ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൺ ക്വസ്റ്റ്. വീണ്ടും കുറച്ച് കിച്ചൺ ടിപ്സിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. തൊട്ടു മുമ്പത്തെ വീഡിയോ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുതേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നൊരു 5 ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മിക്കവർക്കും അറിയുന്ന ടിപ്സ് ഒക്കെ തന്നെ ആയിരിക്കാം ഇത്, എന്നാലും അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. ടിപ്പ് നമ്പർ 1, വെളുത്തുള്ളി കേടാവാതെ കുറച്ചധികം നാൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. വെളുത്തുള്ളി നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന പാടെ തന്നെ അതിന്റെ ഇതളുകളെല്ലാം അടർത്തിയെടുത്ത് വേറെ വേറെ ആക്കിയെടുക്കാം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത വെളുത്തുള്ളി നമുക്ക് സാധാരണ സൂക്ഷിച്ചു വെക്കുന്ന ബാസ്ക്കറ്റിലോട്ട് മാറ്റി വെക്കാം. ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഒരുപാട് നാൾ കേടാവാതെ സൂക്ഷിക്കാം. ടിപ്പ് നമ്പർ 2, മിക്സിയുടെ ജാറിൽ കുരുമുളക്, ജീരകം ഇതുപോലുള്ള സ്പൈസസ് ഒക്കെ പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ അടപ്പിൽ ഈ പൊടി വന്ന് പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട്. ഇത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിന്റെ മുകളിലായിട്ട് ഒരു പീസ് ന്യൂസ് പേപ്പർ വെച്ചു കൊടുക്കാം. അതിന്റെ മുകളിൽ അടപ്പ് വെച്ച ശേഷം നമുക്ക് മിക്സിയിലുള്ള സ്പൈസസ് നമുക്ക് പൊടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ അടപ്പിന്റെ മുകളിൽ അല്പം പോലും പൊടിയാവാതെ പൊടിച്ചെടുക്കാൻ പറ്റും. ടിപ്പ് നമ്പർ 3, പപ്പടം കാച്ചിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിങ്ങനെ ഫുൾ ബബിളായിട്ട് പൂരി നമ്മൾ പൊരിച്ചെടുക്കുന്ന പോലെ ഫുള്ളായിട്ട് പൊങ്ങി വരുന്നത് കാണാം. ഇത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പപ്പടം നമ്മൾ കാച്ചാൻ എടുക്കുന്ന സമയത്ത് അതിന്റെ നടുഭാഗത്തായിട്ട് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഹോൾ ഇടാത്ത ഒരു പപ്പടം കാച്ചിയെടുക്കുന്ന സമയത്ത് ഇതുപോലെയാണ് പൊങ്ങി വരുന്നത്. ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുത്ത ശേഷം പപ്പടം കാച്ചിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് ബബിളായി വരാതെ ഈ ഒരു രീതിയിൽ കാച്ചിയെടുക്കാൻ പറ്റും. ടിപ്പ് നമ്പർ 4, സവാള കട്ട് ചെയ്യുന്ന സമയത്ത് ചില സവാളയ്ക്ക് ഭയങ്കര നീറ്റലായിരിക്കും. ഇത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തൊലിയെല്ലാം കളഞ്ഞെടുത്ത് ഇതുപോലെ സവാള നമുക്ക് 2 പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഒരു പാത്രത്തിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ച് അല്പനേരം വെച്ചേക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം വെള്ളം എല്ലാം മാറ്റിക്കളഞ്ഞ് സവാള കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണൊന്നും നീറാതെ സവാള കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ടിപ്പ് നമ്പർ 5, ജീരകം, പട്ട, ഗ്രാമ്പൂ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്ത് കഴുകി കഴിഞ്ഞാലും അതിന്റെ ആ ഒരു സ്മെല്ല് പോവാൻ കുറെ സമയമെടുക്കും. ഇത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ സ്പൈസസ് വല്ലതും പൊടിച്ചെടുത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പൈസസിന്റെ ആ ഒരു കുത്തുന്ന മണം മിക്സിയുടെ ജാറിന്ന് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ പറ്റും. ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.